ശ്രീ ഇങ്ങോട്ട് വാ. 9 മണി ആവാറായി. ഇനി വന്ന് കഴിച്ചില്ലെങ്കിൽ ഇനി ഫുഡ് കിട്ടൂലേ? 9 മണിയാ. നമുക്ക് വിശക്കുമ്പോഴേ കഴിക്കുള്ളൂ. ചാച്ചേന് നല്ലതിന് വേണ്ടിട്ടാ വന്ന് പറയണത്. വന്നിരുന്ന് കഴിക്ക്. എന്റെ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുമ്പോൾ കഴിക്കുക. അതാണ് എന്റെ നല്ലത്. ചേച്ചി അളിയനെ അറിഞ്ഞൂടാത്തോണ്ടാണ്. നീ നിന്റെ ചേച്ചിയെ കാണാൻ തുടങ്ങി എത്ര വർഷമായിടാ? എനിക്ക് ജനിച്ചപ്പോ കാണാനല്ലേ തന്നെ. അതുകൊണ്ട് മര്യാദ അടങ്ങി ഒതുങ്ങി ഇരിക്കവിടെ. അല്ല, അച്ഛൻ പട്ടിണി ഇരിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയേക്കാണെന്ന് മനസ്സിലായി. മാമയിൽ എന്ത് കണ്ടോണ്ടെന്ന് മനസ്സിലായിട്ടില്ല. മാമന്റെ നാശത്തിനാ പറഞ്ഞ കേട്ടല്ലോ. വന്ന് കഴിക്കണാണ് നല്ലത്. 8:58 കഴിക്കാം. 8:58 കഴിക്കാൻ. 8:89 കഴിയും. എന്ത് കുഴപ്പമല്ല ഉണ്ടോ നിനക്ക്? വല്ലാത്ത വാശി തന്നെയാ കേട്ടോ അച്ചാച്ചന്. വാശി തന്നെ. പിന്നെ പറയണ സമയത്ത് കഴിക്കണം. കൊള്ളാല്ലേ? ഇല്ല അവിടെ എന്താണ് നിനക്ക് വിശക്കണം? നിനക്ക് വിശക്കണില്ല. എനിക്ക് വിശക്കുമ്പോ നിനക്ക് വിശക്കും കേട്ടാ. സമയം ഇന്ന് ദോശ പോലും അല്ല, ഇടിയപ്പമാണ്. ഇടിയപ്പം കഴിച്ചു കഴിഞ്ഞാ? ഇപ്പൊ കഴിയും. കഴിച്ചിട്ട് പാത്രമൊക്കെ കൊണ്ടാ കഴിവ് വെക്ക്. ഞാനെങ്കിലും കഴിക്കാണ്ടോ ഇവിടെ? ഞാൻ കഴിച്ചിട്ടില്ല, ശ്രീകുട്ടൻ കഴിച്ചിട്ടില്ല. കഴിക്കണം. വിശക്കുമ്പോൾ വരും. കുറച്ച് കണക്ക് എഴുതാറുണ്ട്. ഞാൻ എപ്പോഴാണോ ആലോചിച്ചത്? കണക്ക് അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. കണക്ക് സമയം എടുത്ത് എഴുതിക്കോ. ഇനിയും സമയമുണ്ടല്ലോ. ഇനി ഉച്ചത്തെ ഫുഡ് കഴിക്കാം. എന്ത്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, 9 മണിക്കുള്ളിൽ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ 1:30 ഫുഡ് കഴിക്കാൻ വരാം ഉച്ചയ്ക്ക്. ഇല്ല ഇല്ല. കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല. വാങ്ങിയടാ. ഇനി ഞാളോ തരാം. നമുക്ക് രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് 9 മണി കഴിഞ്ഞല്ലോ. ഇനി ഇല്ല. ഇനി വേസ്റ്റ് ആക്കാൻ ഇവിടെ ഭക്ഷണം ഇല്ല. ഇനി ഉച്ചയ്ക്ക് വേണമെങ്കിൽ 1:30 മുന്നേ വന്നാൽ കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ രാത്രി, അതും 8 മണി. നിന്നെ ഇവിടെ എല്ലാരും മാറി മാറി വിളിച്ചല്ലോ. നീ വന്നോ? പിങ്ങേരുടെ വാക്കും കേട്ട് അവിടെ ഇരുന്നല്ലേ. അവിടെ ഇരുന്നേ. മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കി തടി. സൗകര്യമില്ല. ഇപ്പൊ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാന് പിന്നെ ഇറങ്ങി പോവാണോ? ഇല്ല. ഇവിടുത്തെ ജലപാനം ഞാൻ കഴിക്കില്ല. നീ ഉൾപ്പെടാൻ ഞാൻ പറയുമ്പോൾ കേട്ടാ മതി. ഞാൻ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ശ്രീ ചേട്ടനോട് കൂടാതിരിക്കണാണ് നല്ലത്. എന്നാ ഉച്ചക്കെങ്കിലും ഭക്ഷണം കിട്ടും. അതാണ് ഞാനും ചിന്തിക്കണേ. ഇപ്പം നീ അവരെ വാക്ക് കേട്ടാ നീ ജീവിതത്തിൽ തോറ്റ്. എന്റെ ഇവിടെ കൂടിയ നീ ജയിച്ചു. ആഹാരം കാണാട. അപ്പൊ ശരി, നടക്കട്ടെ. എന്നാ പാത്രം കണ്ട പിള്ളേരെ കഴിച്ചിട്ട് ഓരോരോ പാത്രം ഓരോരോ അങ്ങ് കഴുകി വെക്ക്. മൊത്തം വെട്ടിയല്ലേ? ചെറുതായിട്ട്. ഞാൻ പറഞ്ഞല്ലായിരുന്നു വന്ന് കഴിക്കാൻ. എന്താണ് പ്ലാൻ? ഉച്ചയ്ക്ക് കൊണ്ടാൻ പറ്റില്ല. ഉച്ചയ്ക്ക് അവരുടെ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇല്ല. നമുക്ക് വിശന്നാലും നമ്മൾ കഴിക്കും. എനിക്ക് കഴിക്കാമോ? എങ്ങനെ കഴിക്കും? നമ്മൾ ഒരുമിച്ച് കഴിക്കൂ. ഒരുമിച്ച് കഴിക്കൂ. ഇങ്ങനെ പറയാ കൂടെ ഞാൻ ഈ കിടന്ന് അനുഭവിക്കണം. ഞാൻ നീയും പോയിക്കോ. വിശക്കണ അളിയ അങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് പോകണം. പൊറോട്ടയും മട്ടൻ ചാപ്സും മതിയാ? അതാ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും വേണോ? അതായാലും മതി. ഫ്രൈഡ് റൈസ് വേണോ? അതൊന്നും കിട്ടാൻ പോണില്ല. ഇതൊന്നും കിട്ടാൻ പോണില്ല. നീ അതും കേട്ടോണ്ട് നിന്നോ. നല്ല കോഴിക്കോടൻ ബിരിയാണി കിട്ടും. അതായാലും മതി. അല്ലെങ്കിൽ വീട്ടിൽ ഊണ് വേണോ? എന്തെങ്കിലും മതി. എന്തെങ്കിലും മതി. അല്ല കഞ്ഞിയും പപ്പടവും കപ്പയും കിട്ടും. അത് വേണോ? അത് കൊള്ളാം. അച്ഛാ, എനിക്കൊരു പായസം. ഇപ്പം എന്താ ഇന്ന് ഭയങ്കര വിശപ്പ്. മാമന്റെ സമയദോഷം തുടങ്ങി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.